Good morning, students. നമ്മൾ പുതിയ സെമിനാറിന്റെ പുതിയ സബ്ജക്റ്റ് ആണ് ഇനി പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി തന്നെ ഡിഗ്രിക്കകത്ത് പഠിച്ചിട്ടുള്ള സബ്ജക്റ്റ് ആണ് എന്താണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്നൊക്കെയുള്ള കാര്യം. അപ്പോൾ നമ്മൾ മെയിൻ ആയിട്ടും ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സോഫ്റ്റ്വെയറിന്റെ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ഡിഗ്രിക്കകത്ത് പഠിച്ചത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാം എന്താണ് സോഫ്റ്റ്വെയർ, അതിന്റെ ഫീച്ചേഴ്സ് എന്താണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. അപ്പോൾ സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന ആ ഫേസിൽ വരുന്ന കുറേയധികം സ്റ്റെപ്പുകൾ, പ്രോസസ്സുകൾ, അതുപോലെ തന്നെ ഏതൊക്കെ ആൾക്കാരാണ് ഇതിനകത്ത് ഇൻവോൾവ് ആവുന്നത്, അങ്ങനെയൊക്കെയുള്ള കുറേയധികം ഡീറ്റെയിൽസ് ആണ് ഈ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. അപ്പോൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്താണെന്ന് പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യമേ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് സോഫ്റ്റ്വെയർ എന്താണെന്നുള്ള കാര്യം. നമ്മൾ ഇന്ന് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് സോഫ്റ്റ്വെയർ, അതുപോലെ തന്നെ സോഫ്റ്റ്വെയറിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതുപോലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സോഫ്റ്റ്വെയർസ്. ഫസ്റ്റ് നമുക്ക് സോഫ്റ്റ്വെയറിന്റെ ഡെഫിനിഷൻ നോക്കാം എന്താന്നുള്ള കാര്യം. സോഫ്റ്റ്വെയർ ഈസ് ഇൻസ്ട്രക്ഷൻസ് ദാറ്റ് വെൻ എക്സിക്യൂട്ടഡ് provide desired features, function and performance, data structures that enable the programs to add equally, manipulate information and descriptive information in both hard copy and virtual forms that describes the operation and use of the programs. ഇത് വലിയൊരു ഡെഫിനിഷൻ ആണല്ലേ. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണ്? സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് എങ്ങനെ പറയാം? സോഫ്റ്റ്വെയർ ഇസ് എ സെറ്റ് ഓഫ് കമാൻഡ്സ് ദാറ്റ് ടെൽസ് എ കമ്പ്യൂട്ടർ വാട്ട് ടു ഡു. അതായത് നമുക്കറിയാം കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഒരു മെഷീൻ ആണ് അല്ലേ. അപ്പൊ അതിന് സ്വന്തമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള കഴിവില്ല. ഒരു ഹ്യൂമൻ അതിനെ കൺട്രോൾ ചെയ്തെങ്കിൽ മാത്രമേ അത് വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പൊ ഒരു കമ്പ്യൂട്ടർ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടെന്ന് കമാൻഡ് ചെയ്ത് അതിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു കമാൻഡ്സിന് പറയുന്ന പേരാണ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. മെഷീനായിട്ടുള്ള കമ്പ്യൂട്ടർ എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ ടാസ്കുകൾ ചെയ്യണം എന്നുള്ള കാര്യം നമ്മൾ കുറേയധികം പ്രോഗ്രാംസ് ആയിട്ട് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ആ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെ അല്ലെങ്കിൽ കമാൻഡ്സിനെ നമുക്ക് എന്തെന്ന് പറയാം? ഒരു സോഫ്റ്റ്വെയർ ആണെന്ന് പറയാം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സോഫ്റ്റ്വെയറിന്റെ ഫീച്ചേഴ്സ് ആണ്. മെയിൻ ആയിട്ടും 4 ഫീച്ചേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഒന്നാമത്തെ ഫീച്ചർ ആണ് സോഫ്റ്റ്വെയർ ഈസ് ഡെവലപ്ഡ് ഓർ എഞ്ചിനീയർഡ്, ഇറ്റ് ഈസ് നോട്ട് മാനുഫാക്ചർഡ് ഇൻ ദ ക്ലാസിക്കൽ സെൻസ്. ഈ പാരഗ്രാഫിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കാം. ഓൾദോ some similarities exist between software development and hardware manufacturing, the two activities are fundamentally different. In both activities, high quality is achieved through good design, but the manufacturing phase for hardware can introduce quality problems that are non-existent for easily corrected. For software, both activities are dependent on people, but the relationship between people applied and work accomplished is entirely different. Both activities require the construction of a product, but the approaches are different. Software costs are concentrated in engineering. This means that software projects cannot be managed as if they were manufacturing projects. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒന്നാമത്തെ ഫീച്ചർ തന്നെ എന്താണ്? സോഫ്റ്റ്വെയർ ഈസ് ഡെവലപ്ഡ് ഓർ എഞ്ചിനീയർഡ്, ഇറ്റ് ഈസ് നോട്ട് മാനുഫാക്ചർഡ് ഇൻ ദ ക്ലാസിക്കൽ സെൻസ്. ഈ ഒരു പോയിന്റിന്റെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. സോഫ്റ്റ്വെയർ ഈസ് എഞ്ചിനീയർഡ് നോട്ട് മാനുഫാക്ചർഡ്. നമുക്കറിയാം സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും രണ്ടും ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ. അപ്പൊ ഹാർഡ്വെയറിന്റെ ഒരു സെൻസിൽ എടുക്കുകയാണെങ്കിൽ ഒരു പ്രൊഡക്റ്റ് നമ്മൾ നിർമ്മിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യുകയാണെങ്കിൽ അതിന് കുറേയധികം ആക്ടിവിറ്റീസ് ഉണ്ടാകാം, പല ഫേസിൽ കൂടെ കടന്നു പോകാം, അങ്ങനെ പല കാര്യങ്ങൾ വരാം അല്ലെ, പല പ്രോസസ്സുകളൊക്കെ വരാം. അതുപോലെ തന്നെയാണ് നമ്മൾ സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ സംഭവിക്കുന്നത്. പക്ഷേ സോഫ്റ്റ്വെയറിനെ ക്രിയേറ്റ് ചെയ്യുന്ന ആ പ്രോസസ്സ് എന്ന് പറയുന്നതും അതുപോലെ തന്നെ ഹാർഡ്വെയറിനെ ക്രിയേറ്റ് ചെയ്യുന്ന ആ പ്രോസസ്സ് എന്ന് പറയുന്നതും രണ്ടും എങ്ങനെയുള്ളതാണ്? രണ്ടും ഡിഫറെന്റ് ആയിട്ടുള്ള പ്രോസസ്സാണ്. രണ്ടും ഒരു പ്രൊഡക്റ്റിനെ തന്നെയാണ് തരുന്നതെങ്കിലും സോഫ്റ്റ്വെയറിനെ ഡെവലപ്പ് ചെയ്യുന്ന പ്രോസസ്സും അതുപോലെ തന്നെ ഹാർഡ്വെയറിനെ മാനുഫാക്ചർ ചെയ്യുന്ന പ്രോസസ്സും രണ്ടും ഡിഫറെന്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ സോഫ്റ്റ്വെയറിനെ ഡെവലപ്പ് ചെയ്യുന്നു അല്ലെങ്കിൽ എഞ്ചിനീയർ ചെയ്യുന്നു എന്ന് പറയുന്നത്. മാനുഫാക്ചർ ചെയ്യുന്നു പറയാത്തതിന്റെ കാരണം രണ്ട് പ്രോസസ്സുകളും തമ്മിൽ ഡിഫറൻസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്.
അതാണ് ഒന്നാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത്. സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഡെവലപ്മെന്റ് ചെയ്തെടുത്ത ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും. ഇനി രണ്ടാമത്തെ പോയിന്റ് അല്ലെങ്കിൽ രണ്ടാമത്തെ ഫീച്ചർ ആണ് സോഫ്റ്റ്വെയർ ഡസ് നോട്ട് വിയർ ഔട്ട്. വിയർ ഔട്ട് ആ ഒരു ടൈം ആണ് അവിടെ ഓർക്കേണ്ടത്. സോഫ്റ്റ്വെയർ ഡസ് നോട്ട് വിയർ ഔട്ട്. Figure depicts failure rate as a function of time for hardware. The relationship, often called the bathtub curve, indicates that hardware exhibits relatively high failure rates early in its life. Defects are corrected and the failure rate drops to a steady state level for some period of time. As time passes, however, the failure rate rises again as hardware components suffer from the cumulative effects of dust, vibration, abuse, temperature extremes, and many other environmental maladies. Stated simply, the hardware begins to wear out. അപ്പോൾ വിയർ ഔട്ട് എന്ന് പറയുന്ന ഒരു ടേമിന്റെ ബേസിലാണ് നമ്മൾ രണ്ടാമത്തെ ഫീച്ചർ പറയുന്നത്. നമ്മളിവിടെ എപ്പോഴും പറയുന്നത് ഒരു ഹാർഡ്വെയർ പ്രൊഡക്റ്റും അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന പ്രൊഡക്റ്റും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് ഫീച്ചറിനകത്ത് പറയുന്നത്. അപ്പോൾ ഒരു ഹാർഡ്വെയറിന്റെ ഫെയിലിയർ കാണിക്കാൻ വേണ്ടിയുള്ള ഒരു ഫിഗർ ആണ് അല്ലെങ്കിൽ ഗ്രാഫ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ഗ്രാഫിന് പറയുന്നത്, ഈ ഗ്രാഫിനകത്തെ കർവിന് പറയുന്നത് ബാത്ത് ടബ് കർവ് എന്നാണ്. അതായത് അതിന്റെ ഷേപ്പ് അങ്ങനെ ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. അതായത് ഒരു ഹാർഡ്വെയർ പ്രൊഡക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു, അത് നശിച്ചു പോകാൻ എടുക്കുന്ന ഒരു സമയത്തെ കാണിക്കുന്ന ഒരു ഫിഗർ ആണ് ഈ തന്നിരിക്കുന്നത്. അപ്പൊ നോക്കിയാൽ നമുക്കറിയാം ഒരു ഹാർഡ്വെയർ പ്രൊഡക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്തു. ഇനി അതിന് പല കാരണങ്ങൾ കൊണ്ട് നാശം സംഭവിക്കാം. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ്? പൊടി കൊണ്ടോ അല്ലെങ്കിൽ ടെമ്പറേച്ചറിലുള്ള വേരിയേഷൻസ് കൊണ്ടോ അല്ലെങ്കിൽ വെള്ളം പറ്റിക്കുക, അങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ട് ഒരു ഹാർഡ്വെയർ പ്രൊഡക്റ്റ് നശിച്ചു പോകാന്നാണ് പറയുന്നത്. അപ്പൊ ആ ഹാർഡ്വെയർ പ്രൊഡക്റ്റ് നശിച്ചു പോകുന്ന ഒരു ഫെയിലിയർ റേറ്റ് കാണിക്കുന്ന ഒരു ഗ്രാഫ് ആണ് ഈ തന്നിരിക്കുന്നത്. അപ്പൊ ഇതേപോലെ തന്നെ ഒരു ഫെയിലിയർ റേറ്റ് കാണിക്കുന്ന ഒരു ഗ്രാഫ് എന്തിനും ഉണ്ടാകും? നമ്മുടെ സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റിനും ഉണ്ടാകും. നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റിന് ഉണ്ടാകുന്ന ഒരു ഫെയിലിയർ റേറ്റിനെ കുറിച്ചിട്ടാണ്. Software is not susceptible to the environmental maladies that cause hardware to wear out. In theory, therefore, the failure rate curve for software should take the form of idealized curve shown in figure 1.2. Undiscovered defects will cause high failure rates early in the life of a program. However, these are corrected and the curve flattens as shown. The idealized curve is gross oversimplification of actual failure models for software. However, the implication is clear. Software does not wear out. But ഒരു സോഫ്റ്റ്വെയറിന്റെ ഫെയിലിയർ റേറ്റ് കാണിക്കുന്ന ഒരു ഫിഗർ ആണ് ഈ തന്നിരിക്കുന്നത്. നോക്കിയേ, ഈ കർവിന് പറയുന്ന പേരാണ് ഐഡിയലൈസ്ഡ് കർവ്. അപ്പൊ സാധാരണ രീതിയിൽ ഒരു സോഫ്റ്റ്വെയറിനെ നമ്മൾ ഡെവലപ്പ് ചെയ്തു, അതിന് ഫെയിലിയർ ഉണ്ടാകുന്ന ഒരു കാലത്തെ കാണിക്കാൻ വേണ്ടിയുള്ള ഒരു ഗ്രാഫാണ് ഈ തന്നിരിക്കുന്നത്. അപ്പം ഫെയിലിയർ റേറ്റ് എങ്ങനെയാണ് കൂടുന്നത്? ആ സോഫ്റ്റ്വെയറിന് എന്തെങ്കിലും ചേഞ്ചുകൾ വരുന്നത് മൂലമുള്ള ഡിഫക്റ്റുകൾ കാരണം അതിന്റെ ഫെയിലിയർ കുറച്ചും കൂടെ പെട്ടെന്നാകാം. അപ്പൊ നമ്മൾ കമ്പയർ ചെയ്ത് പറയുമ്പോൾ ഒരു ഹാർഡ്വെയർ പ്രൊഡക്റ്റിനെ വെച്ച് നോക്കുമ്പോൾ ഒരു സോഫ്റ്റ്വെയറിന് നശിച്ചു പോകാനുള്ള കാലയളവ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? കൂടുതലായിരിക്കും. അതുപോലെ തന്നെ നമുക്കൊരു സോഫ്റ്റ്വെയർ വിയർ ഔട്ട് ചെയ്ത് അല്ലെങ്കിൽ നശിച്ചു പോയി എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് എന്ത് പറയാം? ഒരു സോഫ്റ്റ്വെയർ എപ്പോഴും തന്നെ നിലനിൽക്കും. അതിന്റെ ക്വാളിറ്റി കുറച്ച് കുറഞ്ഞിട്ടാണെങ്കിൽ അതൊരിക്കലും നശിച്ചു പോകില്ല. അതിനകത്ത് എററുകൾ ഉണ്ടാകാം അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫക്റ്റുകളൊക്കെ വരാം. പക്ഷെ അത് പൂർണ്ണമായിട്ട് ഒരിക്കലും നശിച്ചു പോകുന്നില്ല. അത് എങ്ങനെയാണ്? അത് ക്വാളിറ്റി കുറഞ്ഞു തന്നെ നിലനിൽക്കും. പക്ഷെ ഹാർഡ്വെയർ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? അത് നശിച്ചു പോകുക തന്നെ ചെയ്യും. കുറച്ച് നാൾ കഴിയുമ്പോൾ അത് നശിച്ചു പോകുക തന്നെ ചെയ്യും. ഇതാണ് ഈ ഒരു പോയിന്റിനകത്ത് പറയുന്ന കാര്യങ്ങൾ. ഇനി മൂന്നാമത്തെ ഫീച്ചർ ആണ് although industry is moving toward component based construction, most software continues to be custom built. Ideas are the building blocks of ideas. As an engineering discipline evolves, a collection of standard design components is created. Standard screws and off-the-shelf integrated circuits are only two of thousands of standard components that are used by mechanical and electrical engineers as they design new systems. The reusable components have been created so that the engineer can concentrate on the truly innovative elements of a design, that is the parts of the design that represents something new.
In the hardware world, component reuse is a natural part of the engineering process. In the software world, it is something that has only begun to be achieved on the broad scale. A software component should be designed and implemented so that it can be reused in many different programs. Modern reusable components encapsulate both the data and the processing that is applied to the data, enabling the software engineering to create new applications from the reusable parts. ഇപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ഇവിടെ നമ്മൾ ഹാർഡ്വെയറിനെ കമ്പയർ ചെയ്ത് തന്നെയാണ് പറയുന്നത്. എന്താണ് മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ, although the industry is moving toward component based construction, most software continues to be custom built. നമ്മളൊരു സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്യുന്ന എപ്പോഴും ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും അല്ലേ. നമ്മളൊരു ഹാർഡ്വെയർ പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ ചില കമ്പോണൻസ്, നമ്മൾ പല കമ്പോണൻസുകൾ ഉണ്ടാക്കി 1 by 1 ആയിട്ടാണ് നമ്മൾ ഫൈനൽ പ്രൊഡക്റ്റിലോട്ട് എത്തുന്നത്. അപ്പൊ ചില കമ്പോണൻസ് നമുക്ക് റീയൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെയാണ് നമ്മളൊരു സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് മാനുഫാക്ചർ അല്ല ഡെവലപ്പ് ചെയ്യുമ്പോഴും ഉണ്ടാകുന്നത്. ഒരു സോഫ്റ്റ്വെയറിന് നമുക്ക് ഉപയോഗിക്കുന്ന കമ്പോണന്റ് തന്നെ നമുക്ക് മറ്റൊരു സോഫ്റ്റ്വെയറിനും കൂടെ റീയൂസ് ചെയ്യാനായിട്ട് പറ്റും. അതായത് സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്യുന്ന ഫേസിൽ ഉണ്ടാകുന്ന പല കമ്പോണൻസ് കൂട്ടിയാണ് നമ്മൾ ഫൈനൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പൊ അതിനകത്ത് വരുന്ന സബ് കമ്പോണൻസിനെ നമുക്ക് വീണ്ടും പല സോഫ്റ്റ്വെയറിലോട്ടായിട്ട് റീയൂസ് ചെയ്യാനായിട്ട് പറ്റും എന്നാണ് മൂന്നാമത്തെ ഫീച്ചറിനകത്ത് പറയുന്നത്. ഈ 3 ഫീച്ചേഴ്സ് ആണ് മെയിൻ ആയിട്ടും ഒരു സോഫ്റ്റ്വെയറിന് ഉള്ളത്. ഇനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ഡൊമെയിൻസ് ആണ്, അല്ലെങ്കിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സോഫ്റ്റ്വെയർസ് ആണ്. മെയിൻ ആയിട്ടും 7 കാറ്റഗറി ആയിട്ടാണ് സോഫ്റ്റ്വെയർസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ഒന്നാമത്തതാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ, രണ്ടാമത്തത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, മൂന്നാമത്തത് എഞ്ചിനീയറിംഗ് ഓർ സയന്റിഫിക് സോഫ്റ്റ്വെയർ, നാലാമത്തത് എംബഡഡ് സോഫ്റ്റ്വെയർ, അഞ്ചാമത്തത് പ്രൊഡക്റ്റ് ലൈൻ സോഫ്റ്റ്വെയർ, ആറാമത്തത് വെബ് ആപ്ലിക്കേഷൻ, ഏഴാമത്തത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സോഫ്റ്റ്വെയർ.